And in the previous class, we had studied about perfect gas and ideal gas. Ideal gas എന്താണെന്നും അതുമായി ബന്ധപ്പെട്ടുള്ള എൻ്റെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് അതിൻ്റെ ഡെറിവേഷൻ എല്ലാം നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ അടുത്തൊരു ടോപ്പിക്കാണ് വിച്ച് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഓഫ് ദിസ് മോഡ്യൂൾ, ദറ്റ് ഈസ് വാൻ ഡെർ വാൾസ് ഇക്വേഷൻ. വാൻ ഡെർ വാൾസ് ഇക്വേഷൻ. Equation means equation of state. Van der Waals equation of state. അപ്പോൾ നമുക്കറിയാം ഐഡിയൽ ഗ്യാസിൻ്റെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് PV ഈക്വൽ ടു RT എന്നതാണ് ഐഡിയൽ ഗ്യാസിൻ്റെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സോ ഒരു പെർഫെക്റ്റ് ഗ്യാസ് എപ്പോഴും ഒബേ ചെയ്യുന്നത് ഈ PV ഈക്വൽ ടു RT എന്ന് പറയുന്ന ഇക്വേഷനാണ്. അപ്പോൾ ഈ ഇക്വേഷൻ എവിടെ നിന്നാണ് നമുക്ക് ഡിറൈവ് ചെയ്തത്? ആക്ച്വലി these are derived from kinetic theory of gases. Kinetic theory of gases. അപ്പോൾ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഇക്വേഷൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഈ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യാൻ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൻ്റെ കൺസെപ്റ്റിൽ ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് നമുക്ക് പോയിന്റ് ഓഫ് ടോപ്പിക്കിൽ തെർമോഡൈനാമിക്സിൽ നമുക്കത് പഠിക്കാനില്ല. ബട്ട് സ്റ്റിൽ ഇതിൻ്റെ ചില അസംഷൻസ് കാര്യങ്ങൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കാരണം എങ്ങനെയാണ് ഈ ഇക്വേഷൻ എത്തിപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സോ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൽ നമ്മൾ ഗ്യാസസിൻ്റെ മോഷൻ്റെ അതിലുള്ള മോളിക്യൂൾസിൻ്റെ മോഷനും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനമാണ് നമ്മൾ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൽ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ചില അസംഷൻസ് നടത്തിയിട്ടുണ്ട്. ഈ ഇക്വേഷൻ, ഇത് ഐഡിയൽ ഗ്യാസിൻ്റെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ആണ്. ഐഡിയൽ ഗ്യാസിൻ്റെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്യാസിൻ്റെ മോഷനിലേക്ക് ചില അസംഷൻസ് നടത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് അസംഷൻസ് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് ദ കൊളീഷൻ ഓഫ് മോളിക്യൂൾസ് വിത്ത് വൺ അനദർ ആൻഡ് വിത്ത് ദ വാൾസ് ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. അതായത് ഇപ്പോൾ ഒരു കണ്ടെയ്നർ ഉണ്ട്. ആ കണ്ടെയ്നർ നിങ്ങൾക്കറിയാം ഒരുപാട് മോളിക്യൂൾസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഈ മോളിക്യൂൾസ് എപ്പോഴും റാൻഡം മോഷനിലായിരിക്കും. അപ്പോൾ ഇത് തമ്മിലുള്ള കൊളീഷൻസ് നടക്കും. അതുപോലെ ഇവിടെയുള്ള വാൾസുമായിട്ടും എന്ത് ചെയ്യും? കൊളീഷൻസ് നടക്കും. ഇൻ ബിറ്റ്വീൻ അവിടെ തട്ടി കഴിഞ്ഞിട്ട് തിരിച്ച് മറ്റൊരു മോളിക്യൂളിനെ തട്ടി വീണ്ടും റിഫ്ലക്റ്റ് ചെയ്ത് അങ്ങനെ മോളിക്യൂൾസിൻ്റെ ഇടയിലും കൊളീഷൻസ് ഉണ്ട്. അതുപോലെ വാൾസിൻ്റെ എൻസിലും കൊളീഷൻസ് ഉണ്ട്. അപ്പോൾ ഈ കൊളീഷനൊക്കെ കൊളീഷൻ ഓഫ് മോളിക്യൂൾസ് എങ്ങനെയൊക്കെയുണ്ട് കൊളിഷൻ? വിത്ത് വൺ അനദർ ആവാം, തമ്മിലാവാം, അല്ലെങ്കിൽ വിത്ത് ദ വാൾസ് ഓഫ് ദാറ്റ് കണ്ടെയ്നർ ആർ ഓൾ അസ്യൂം ടു ബി പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണെന്ന്, അതായത് അവിടെ വേറെ ലോസസ് ഒന്നും സംഭവിക്കുന്നില്ല എന്ന അസംഷനാണ് നമ്മൾ ഒന്നെടുത്തിട്ടുള്ളത്. രണ്ടാമത്തത് നമ്മൾ പതിവ് പോലെ തന്നെ ദർ ഈസ് നോ മോളിക്കുലർ അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഓഫ് ദി ഗ്യാസ്. അതായത് ഇപ്പോൾ ഇവിടെ രണ്ട് മോളിക്യൂൾസ് തമ്മിൽ നമുക്കറിയാം ഒരു ചെറിയൊരു അട്രാക്ഷണൽ ഫോഴ്സ് എപ്പോഴും ഉണ്ടാവും. ഏതൊരു സബ്സ്റ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അട്രാക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അസംഷൻ ചെയ്തപ്പോൾ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ വി ആർ അസ്യൂമിങ് ദാറ്റ് നോ മോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. മോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ തമ്മിലില്ല. പക്ഷെ എന്താണ്? കണ്ടിന്യൂസ് മോഷൻ്റെ സ്റ്റേറ്റിലാണ് ഗ്യാസ് മോളിക്യൂൾസ് കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ എന്നുള്ളൊരു അസംഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു അസംഷൻ എടുത്തിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെ ഒരു അസംഷനാണ് ഈ ഒരു ഗ്യാസ് മോളിക്യൂളിൻ്റെ വോളിയം എന്ന് പറയുന്നത് ആ ടോട്ടൽ വോളിയം ഒക്കുപ്പൈഡ് ബൈ ദാറ്റ് ഗ്യാസ് അതിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വളരെ ചെറുതാണ്. ഓർ യു ക്യാൻ സേ ഇറ്റ് ഈസ് നെഗ്ലിജിബിൾ. ദ വോളിയം ഒക്കുപ്പൈഡ് ബൈ ദീസ് ഗ്യാസ് മോളിക്യൂൾസ് when compared to volume of the gas is negligibly nil. Volume of gas molecules is very 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 less when compared to volume of total gas. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്താ? അതായത് ഞാനൊരു വലിയൊരു കണ്ടെയ്നർ എടുത്ത് വിചാരിക്കുക. അസ്യൂം ദാറ്റ് ദിസ് ഇസ് വെരി വെരി ലാർജ്. അതിലെവിടെയെങ്കിലും ഒരു പോയിന്റിൽ 1 2 3 4 ഇങ്ങനെ ഒരു 4 മോളിക്യൂൾസ് ഉണ്ടെന്ന് നിങ്ങൾ കരുതുക. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ കുറച്ച് ഡാർക്ക് ചെയ്തിടാം. കാരണം വലിയൊരു കണ്ടെയ്നറിൽ ഞാനിപ്പോൾ ഒരു അസംഷൻ പറയണം. ഇപ്പോൾ 4 മോളിക്യൂൾസ് ഉള്ളെങ്കിൽ ഇതെല്ലാം കൂടെ ഒരു പാർട്ടിലാക്കിയതേ ഇത്രേ ഉണ്ടാവുള്ളൂ.
ഞാനിത് കാണിക്കട്ടോ ഒരു എക്സാമ്പിളായിട്ട്. ഈ 4 മോളിക്യൂൾസ് ഞാൻ ഒരു മൂലയിലേക്ക് കൊണ്ടുവന്ന് ഇത്രേ ഉണ്ടാവുള്ളൂ. ഇത്രയും വലിയ വോളിയം ഉള്ള ഒരു കണ്ടെയ്നർ സംബന്ധിച്ചിടത്തോളം ഈ ചെറിയൊരു ഭാഗം എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടാനില്ല. അപ്പോൾ അതാണ് ഉദ്ദേശിച്ചത്. ആക്ച്വലി ഞാനിതൊരു നിങ്ങൾക്ക് ഒരു പിക്ചർ മനസ്സിലാവാൻ വേണ്ടിയിട്ട് വരച്ചതാട്ടോ. ഇതൊന്നും നിങ്ങൾ എക്സാമിന് കൊണ്ടുപോയി വരയ്ക്കരുത്. So what the assumptions were that the volume occupied by the gas molecules is negligible when compared to the volume of the total gas. അപ്പോൾ ഈ ഗ്യാസ് മൊത്തം ഇതിലുണ്ടാവും. കാരണം ഈ ഒരു മോളിക്യൂൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ മോഷൻസ് ഉണ്ടാവും. പക്ഷെ കമ്പാരിറ്റീവ്ലി ഇൻഡിവിജ്വൽ മോളിക്യൂൾസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ വോളിയം ആയിട്ട് നോക്കുമ്പോൾ അത് കമ്പയറബിൾ അല്ല. അപ്പോൾ ഇത്രയും അസംഷൻസ് നമ്മളെടുത്ത്, അതായത് കൊളീഷൻ എന്തായിരിക്കും, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കും മോളിക്യൂൾസ് തമ്മിലും വാളുമായിട്ടും. അതുപോലെ മോളിക്യൂൾസ് തമ്മിൽ യാതൊരുവിധ ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ ഇല്ല. മാത്രമല്ല കണ്ടിന്യൂസ് സ്റ്റേറ്റ് ഓഫ് മോഷൻ ആയിരിക്കും. അതും കൂടെ ഇവിടെ ഉണ്ട്. ഓക്കെ, കണ്ടിന്യൂസ് സ്റ്റേറ്റ് ഓഫ് മോഷനിലായിരിക്കും കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെന്റ്. പിന്നെ നമ്മുടെ ലാസ്റ്റ് വൺ വോളിയം ഓക്കുപ്പൈഡ് ബൈ ദ ഗ്യാസ് molecules is negligible when compared to the volume of the gas. So ഇത്രയും അസംഷൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ ഐഡിയൽ ഗ്യാസിൻ്റെ PV ഈക്വൽ ടു RT എന്ന കൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ നമുക്കറിയാം റിയൽ ഗ്യാസസ് എന്ന് പറയുന്നത്, റിയലി എക്സിസ്റ്റ് ചെയ്യുന്ന ഗ്യാസസ് എന്ന് പറയുന്നത് ഐഡിയൽ ഗ്യാസസിൽ നിന്ന് ഒരുപാട് വ്യത്യാസമാണ്. ഒന്നാമത്തെ കാര്യം എന്താ, നോ മോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. റിയൽ കേസസിലും മോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻസ് ഉണ്ട് അല്ലേ, ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് ഉണ്ട്. ആൻഡ് ഓൾസോ ദർ ഇസ് ഫൈനൈറ്റ് മോളിക്കുലാർ വോളിയം. മോളിക്യൂൾസ് എല്ലാം കൂടെ ഇങ്ങനെ ചെറിയ വോളിയം ആയില്ല. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഗ്യാഷ്യസ് ചേമ്പറിലാകുമ്പോൾ ഒരുപാട് മോളിക്യൂൾസ് ഉണ്ടാവും. ആ മോളിക്യൂൾസ് എല്ലാം കൂടെ ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കമ്പയറബിൾ. ഇതിൻ്റെ അത്ര ഗ്യാസ് ഒക്കുപ്പൈ ചെയ്യുന്ന അത്ര കംപ്ലീറ്റ് എടുക്കില്ലെങ്കിലും ബട്ട് ഇറ്റ് ഈസ് എ കമ്പയറബിൾ വോളിയം. അപ്പോൾ ഒരു ഫൈനൈറ്റ് മോളിക്കുലാർ വോളിയം അതിനുണ്ടാവും എന്നുള്ളതും കൂടെ നമുക്ക് ആലോചിച്ചെടുക്കാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ അസംഷൻസ് ഒന്നും വെച്ചിട്ട് നമുക്ക് PV ഈക്വൽ ടു RT എന്ന് പറയുന്നത് റിയൽ ഗ്യാസസിനുള്ള ഒരു ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് അല്ല, ഐഡിയൽ ഗ്യാസിനുള്ള ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ റിയൽ ഗ്യാസിനുള്ള ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ആണ് വാൻ ഡെർ വാൾസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ പുള്ളി എന്ത് ചെയ്തു, പുള്ളി കുറച്ച് കറക്ഷൻ ഫാക്ടേഴ്സ് കൊണ്ടുവന്നു ഈ PV ഈക്വൽ ടു RT ഇക്വേഷനിലേക്ക്. കറക്ഷൻ ഫാക്ടേഴ്സ് ആണ് ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ കറക്ഷൻ ഫാക്ടേഴ്സ് ആണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തതിൽ നമ്മുടെ ഇക്വേഷൻ നമുക്കറിയാം PV ഈസ് ഈക്വൽ ടു RT ആണ്. അപ്പോൾ അതിൽ നിന്ന് എനിക്കറിയാം വോളിയം, സ്പെസിഫിക് വോളിയം V ഈക്വൽ ടു RT ബൈ P ആണ് അല്ലേ. ഇതാണ് നമ്മുടെ ഐഡിയൽ ഗ്യാസിൻ്റെ ഇക്വേഷൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, പ്രഷർ ഇൻക്രീസ് ആയിക്കൊണ്ടിരുന്നാൽ, ഈ വാല്യൂ ഇൻക്രീസ് ആയിക്കൊണ്ടിരുന്നാൽ സ്പെസിഫിക് വോളിയത്തിന് എന്ത് സംഭവിക്കും, അഥവാ വോളിയത്തിന് എന്ത് സംഭവിക്കും, ഇത് ഡിക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് സ്പെസിഫിക് വോളിയം എന്ന് പറയാം. ഇനി വെറും വോളിയം എന്ന് പറയാം, കാരണം ഇത് വെറും വോളിയം ആണെങ്കിൽ ഇവിടെ ഒരു MRT ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതിയെന്നുള്ളൂ. ഇത് സ്പെസിഫിക് വോളിയം എന്നും പറയാം, വോളിയം എന്ന് പറയാം. അപ്പോൾ ഞാൻ പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, വോളിയം കുറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം ഇക്വേഷൻ എന്ന് പറയാം, ഈ വാല്യൂ ഡിനോമിനേറ്റർ കൂടും. സോ ഒബ്വിയസ്ലി എന്ത് സംഭവിക്കും, ഇത് കുറഞ്ഞുകൊണ്ട് തന്നെ നിൽക്കും. മാത്രമല്ല നമുക്കറിയാം ബോയിൽസ് ലോ പറയുന്നത് എന്താണ്, ഇത് തന്നെയാണ്. അപ്പോൾ ഇതിങ്ങനെ കൂടി അവസാനം പ്രഷറിനെ ഞാൻ ഇൻഫിനിറ്റിക്ക് എത്തിച്ചാലോ, ഇൻഫിനിറ്റി ഇൻ ദ സെൻസ് വെരി 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 ഹൈ വാല്യൂ പ്രഷർ എത്തിച്ചു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ടു സ്പെസിഫിക് വോളിയം. അപ്പോൾ സ്പെസിഫിക് വോളിയം വിൽ ടെൻഡ് ടു ബിക്കം 0. അഥവാ ഞാൻ ഒരുപാട് ഐഡിയൽ ഗ്യാസിൻ്റെ മോളിക്യൂൾസ് ഞാൻ വളരെയധികം ഹൈ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ ഞാനൊരു ചേമ്പറിൽ ഇട്ടിട്ട് ഐഡിയൽ ഗ്യാസ് ഉണ്ട് ഇവിടെ എന്ന് കരുതുക, ഞാനിതിനെ ഒരു പിസ്റ്റൺ വെച്ചിട്ട് ഇങ്ങോട്ട് പ്രഷർ കൊടുക്കാൻ നിന്ന് എന്ത് സംഭവിക്കും, ഇതിങ്ങനെ അമർന്ന് താഴെ പോയി പിസ്റ്റൺ താഴേക്ക് എത്തും. അതായത് ഈ ഐഡിയൽ ഗ്യാസ് ഒക്കെ ഇല്ലാണ്ടായി പോവും. അത് വോളിയം 0 ആവുമെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സാധനം എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന രീതിയിലേക്ക് മാറും. പക്ഷെ റിയൽ ഗ്യാസസിൽ ഇങ്ങനത്തെ ഇത് പോസിബിൾ ആണോ? റിയൽ ഗ്യാസിൽ എന്തെങ്കിലും ഒരു ഗ്യാസ് ഉണ്ട്, നമ്മൾ പിസ്റ്റണിട്ട് പ്രഷർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏറി വന്ന് എന്ത് സംഭവിക്കും, ആ ഗ്യാസ് മോളിക്യൂൾസ് ഒക്കെ ഇവിടെ സെറ്റ് ചെയ്യും. പിന്നെ പിസ്റ്റൺ ഇത് ഇവിടെ വരെ എത്തും. പിന്നെ ഇവിടെ ഒക്കെ ഫുൾ ഗ്യാസ് മോളിക്യൂളാണ്. പിന്നെ അതിൻ്റെ അടിയിലേക്ക് ഞാൻ എത്ര അമർത്തി കഴിഞ്ഞാലും ചിലപ്പോൾ താഴേക്ക് വരില്ല. കാരണം ആ ഫുൾ സ്പേസ് ആ ഗ്യാസ് മോളിക്യൂൾസ് ഒക്കുപ്പൈ ചെയ്തിട്ടുണ്ടാവും അല്ലേ. പക്ഷെ ഐഡിയൽ ഗ്യാസിൻ്റെ കൺസെപ്റ്റ് പ്രകാരം എന്താ, വോളിയം 0 ആവും, അഥവാ അത് ഇല്ലാണ്ടായി പോവും എന്നുള്ള കൺസെപ്റ്റാണ്. അപ്പോൾ റിയൽ ഗ്യാസസിൽ എന്ത് സംഭവിക്കും, അങ്ങനെ സംഭവിക്കില്ല. അപ്പോൾ എന്ത് സംഭവിക്കും, അവിടെ ഓൾറെഡി മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ ആ മോളിക്യൂൾസ് ആ സ്പേസസ് അറ്റൈൻ ചെയ്യും. ഓക്കെ,
ഇപ്പോൾ ഇതാണ് മോളിക്യൂൾസ് എങ്കിൽ മോളിക്യൂൾസ് ഇവിടെ റിയൽ ഗ്യാസ് അറ്റൻഡ് ചെയ്യും. പിന്നെ ഞാൻ പിസ്റ്റൺ വെച്ചിട്ട് താഴ്ത്താൻ നിന്നാൽ എത്ര ആയാലും എന്ത് ചെയ്യില്ല, താഴൂല. കാരണം ബാക്കിയുള്ള സ്ഥലം ഫുൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ മോളിക്യൂൾസ് ഒക്കുപ്പൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ വോളിയം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ട്, നമുക്ക് പറയാം മോളിക്യൂൾസിൻ്റെ വോളിയം ഉണ്ട്, അതോടൊപ്പം എന്തും കൂടെ ഉണ്ട്, ഈ 2-3 ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഇടയിൽ കുറേ വോയിഡ്സ് ഉണ്ട് അല്ലേ, വോയിഡ് സ്പേസ് ഉണ്ട്, അവിടെ ഒന്നും ഇത് ഉൾക്കൊള്ളൂല മോളിക്യൂൾസ്. ഇതൊക്കെ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചറിലാട്ടോ ഇതൊക്കെ ഈ പറയുന്നത്, നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ടൊന്നും കാണില്ല. അപ്പോൾ ഇവിടൊക്കെ ഞാനിങ്ങനെ ഡാർക്ക് ചെയ്തിടാം, ഇവിടൊക്കെ എന്തുണ്ട്, വോയിഡ് സ്പേസസ് ഉണ്ടാവും, കുറച്ച് ഒഴിഞ്ഞ് നിൽക്കുന്ന സ്ഥലം. അത് നമുക്ക് ഈ മോളിക്യൂൾസ് കൊണ്ട് നിറക്കാൻ പറ്റില്ല, മോളിക്യൂൾസിൻ്റെ സൈസിനെക്കാട്ടിലും ചെറുതാണ്. സോ ഇറ്റ് ഗോസ് ഓൺ, അത് നമ്മൾ വരക്കുന്ന അനുസരിച്ച് എന്ത് ചെയ്യും, അതങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ വോയിഡ് സ്പേസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാൽ മോളിക്യൂൾസിൻ്റെ വോളിയമുമാണ്, അതേപോലെ വോയിഡ് ഏരിയ ഉണ്ട്, ആ വോയിഡിൻ്റെ വോളിയം കൂടെ വരുന്നുണ്ട് അല്ലേ, ടോട്ടൽ വോളിയം ഇത് വരുന്നുണ്ട്. അപ്പോൾ വോളിയത്തിന് പുള്ളി ഒരു കറക്ഷൻ ഫാക്ടർ ഇറക്കി. ആ കറക്ഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ PV = RT ആണല്ലോ നമ്മുടെ ജനറൽ ഇക്വേഷൻ. അപ്പോൾ ഇതിൽ പുള്ളി വിക്ക് പകരം എന്ത് ചെയ്തു, അവിടെ ഒരു B എന്ന് കറക്ഷൻ ഫാക്ടർ ഇറക്കി. ദെൻ ദ ഇക്വേഷൻ ബിക്കംസ് P × V - B = RT. അതായത് ഈ വോളിയം ഒന്നുമില്ലാണ്ടാവും എന്ന കൺസെപ്റ്റിലാണ് ഉണ്ടാക്കിയത്. പക്ഷെ അതല്ല, ഇവിടെ ഒരു ചെറിയ വോളിയം ബാക്കിയുണ്ട്, ആ ബാക്കിയും കൂടെ ഇതിൽ കറക്ഷൻ ഫാക്ടറായിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്, പുള്ളി ഇക്വേഷൻ ഉണ്ടാക്കിയത്. സോ V - B = RT എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, അതാണ് ഒന്നാമത്തെ ഒരു കറക്ഷൻ ഫാക്ടറായിട്ട് പുള്ളി ഇറക്കിയിട്ടുള്ളത്. സോ ഈ B എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് വോളിയത്തിൻ്റെ കറക്ഷന് വേണ്ടിയിട്ടുള്ള ഫാക്ടറാണ് B. ആൻഡ് ദിസ് B, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ്, ഈ ബീനെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ്, ഇറ്റ് ഈസ് കോൾഡ് കോവോളിയം. കോവോളിയം എന്ന് നമ്മൾ പറയുന്ന പേരാണ് ബിക്ക്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഒരു കറക്ഷൻ ഫാക്ടറായ V - B നമ്മൾ കണ്ടു. ഇനി പുള്ളി വേറൊരു കറക്ഷൻ ഫാക്ടറും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ആ കറക്ഷൻ ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ദി ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഇന്റർമോളിക്കുലാർ അട്രാക്ഷൻ. അപ്പോൾ നമുക്കറിയാം റിയൽ ഗ്യാസസിൽ എന്തുണ്ട്, എന്തായാലും ചെറിയ ഒരു ഇൻറ്ററാക്ഷൻസ് നടക്കും, അവിടെ ചെറിയ നമ്പർ ഓഫ് ഇമ്പാക്ട്സുകൾ നടക്കും, ഇമ്പാക്ട്സ് വാൾസുമായിട്ടുള്ള ഇമ്പാക്റ്റുകളും എന്ത് ചെയ്യുന്നു അവിടെ ഒക്കെ നടക്കുന്നുണ്ട് അല്ലേ. സോ ഇപ്പോൾ ഒരു ഐഡിയൽ ഗ്യാസിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റിയൽ ഗ്യാസിൽ പ്രഷർ എക്സേർട്ടഡ് വിൽ ബി എ ബിറ്റ് സ്മോളർ ബൈ എ ക്വാണ്ടിറ്റി സേ ΔP എന്ന് വേണമെങ്കിൽ പറയാം. ΔP. ഈ ΔP ചേഞ്ച് ഇൻ പ്രഷർ എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു ഗ്യാസ് മോളിക്യൂൾസിൽ ഉള്ള കണ്ടെയ്നർ, ഇപ്പോൾ ഇത് ഐഡിയൽ ഗ്യാസ് ആണെന്ന് ഇത് സങ്കല്പിക്കുക, ഇത് റിയൽ ഗ്യാസ് ആണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഐഡിയൽ ആകുമ്പോൾ യാതൊരുവിധ അട്രാക്ഷനും ഇല്ലാത്തതുകൊണ്ട് എന്ത് സംഭവിക്കും, കൊളീഷൻസ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കും. പക്ഷെ റിയൽ ഗ്യാസസിൽ കുറച്ച് അട്രാക്ഷൻസ് നടക്കുന്നതുകൊണ്ട് ഇതിൻ്റെ അത്ര കൊളീഷൻസ് ഇവിടെ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ കൊളീഷൻസ് കുറയുന്നതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, പ്രഷറിൽ ഒരു ചെറിയ വേരിയേഷൻ ഉണ്ടാവും. പ്രഷർ കുറച്ച് കുറവായിരിക്കും എന്തിൽ, റിയൽ ഗ്യാസസിൽ. ആ കുറവിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ΔP എന്ന് പറയുന്നത്. ഓക്കെ, നൗ ദിസ് ΔP റിഡക്ഷൻ ഓഫ് പ്രഷർ, ഇറ്റ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ് അഫക്റ്റഡ് ബൈ മോളിക്കുലാർ ഇൻട്രാക്ഷൻ. ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ് affected by molecular attraction. molecular attraction അല്ലെങ്കിൽ in the sense interaction, molecular interaction എന്ന് വേണമെങ്കിൽ പറയാം. attraction അല്ല, it is interaction, molecularന്റെ interaction. or I can say like it is proportional to, or I can say it is proportional to square of its density. സ്ക്വയർ ഓഫ് ഇറ്റ്സ് ഡെൻസിറ്റി, ഡെൻസിറ്റിയുടെ സ്ക്വയർ ആണ്, പ്രൊപ്പോർഷണൽ ആണ് എന്നും എന്ത് എനിക്ക് പറയാം. അല്ലെങ്കിൽ ഡെൻസിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് ഐ ക്യാൻ സേ ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി സ്പെസിഫിക് വോളിയം.
സ്പെസിഫിക് വോളിയത്തിൻ്റെ സ്ക്വയർ. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം, സ്പെസിഫിക് വോളിയം എന്ന് പറഞ്ഞാൽ വോളിയം ബൈ മാസ്. ഇതിൻ്റെ ഇൻവേഴ്സ് ആണ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഈ ഡെൽറ്റ പി എന്ന് പറയുന്നത് ഒന്ന്, അത് മോളിക്യൂൾസ് എഫക്റ്റ്, മോളിക്യൂൾ ഇൻട്രാക്ഷൻ എത്രത്തോളം ഈ മോളിക്യൂൾ അട്രാക്ഷൻസ് തമ്മിൽ നടക്കുന്നത് കാരണത്താൽ എത്രത്തോളം പ്രഷർ കുറയുന്നോ അത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. കാരണം മോളിക്യൂൾസിൻ്റെ എഫക്ഷൻ എത്രത്തോളമാണ് ഇൻട്രാക്ഷനായിട്ട് ബന്ധപ്പെട്ടുള്ളത് എന്നുള്ളത് അതിനനുസരിച്ച് കൂടുതൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് അഫക്റ്റഡ് ആണെങ്കിൽ പ്രഷർ ഡിഫറൻസ് കുറയും, കൂടുതൽ ആണ്ട് പ്രഷർ കുറയും. അതേപോലെ തന്നെ ഈ കേസിൽ ഡെൻസിറ്റിൻ്റെ സ്ക്വയർ ആയിട്ട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്, സ്പെസിഫിക് വോളിയത്തിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ ഐ ക്യാൻ സേ ദാറ്റ് ഡെൽറ്റ പി ഈസ് പ്രൊപ്പോർഷണൽ ടു സേ ഡെൻസിറ്റി സ്ക്വയർ, ദാറ്റ് ഈസ് റോ സ്ക്വയർ, ഓർ ഐ ക്യാൻ സേ ഡെൽറ്റ പി ഈസ് പ്രൊപ്പോർഷണൽ ടു സേ 1 by സ്പെസിഫിക് വോളിയം സ്ക്വയർ അല്ലേ. അപ്പോൾ ഈ പ്രൊപ്പോർഷണാലിറ്റി സിമ്പിൾ ഞാൻ ഒഴിവാക്കാൻ ഐ ഇൻട്രൊഡ്യൂസ് എ ന്യൂ കറക്ഷൻ ഫാക്ടർ വിച്ച് ഈസ് കോൾഡ് എ, സ്മോൾ ലെറ്റർ എ ഇൻറ്റു 1 by v square ഈസ് v square എന്ന് പറയാം. സോ പ്രഷർ ഡിഫറൻസിൻ്റെ ഇൻ്റർമോളിക്കുലർ അട്രാക്ഷൻസ് ഉള്ളത് കൊണ്ട് പ്രഷറിൽ ഒരു റിഡക്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ റിഡക്ഷൻ്റെ കറക്ഷൻ ഫാക്ടറാണ് എ ബൈ വി സ്ക്വയർ എന്ന് പറയുന്നത്. സോ ഈ എ എന്ന് പറയുന്നത് ഓരോ ഗ്യാസിനും മാറ്റമുണ്ടാവും. എ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് വാല്യൂ ആണ്, ആൻഡ് അത് ഓരോ ഗ്യാസസിനും മാറ്റമുണ്ടാവും. ഈ എ എന്ന് പറയുന്നത് ഇറ്റ് അക്കൗണ്ട്സ് ഫോർ ദി മോളിക്കുലാർ ഇൻട്രാക്ഷനെ ഡിപ്പെൻഡഡ് ആണ് ഈ എ എന്ന് പറയുന്ന ഈ ഒരു കോൺസ്റ്റൻ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഇറ്റ് ഹാസ് എ ഡെഫിനിറ്റ് ന്യൂമറിക്കൽ വാല്യൂ ഫോർ ഈച്ച് ഗ്യാസസ്. ക്ലിയർ? സോ അപ്പോൾ എനിക്ക് എന്ത് ചെയ്യും, പ്രഷറിൻ്റെ കേസിൽ പി വി ഈക്വൽ ടു ആർ ടിൻ്റെ കേസിൽ പ്രഷർ കുറയാണ്, അപ്പോൾ ഈ വാല്യൂ ഞാൻ അവിടെ കൂട്ടണം. പി പ്ലസ് എ ബൈ വി സ്ക്വയർ വി ഈസ് ഈക്വൽ ടു ആർ ടി. ഇങ്ങനത്തെ ഒരു കറക്ഷൻ ഫാക്ടർ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ പി വി ഈക്വൽ ടു ആർ ടിയുടെ ഇക്വേഷൻ പ്രഷറിനൊരു കറക്ഷൻ ഫാക്ടറും കൂടെ വാൻ ഡെർ വാൾസ് ഇറക്കിയിട്ടുണ്ട്. സോ ഓൾ ടുഗദർ നമ്മൾ പ്രഷറിൻ്റെ കറക്ഷൻ ഫാക്ടറും കണ്ടു, വോളിയത്തിൻ്റെ കറക്ഷൻ ഫാക്ടറും കണ്ടു. സോ ഓൾ ടുഗദർ ദിസ് ഇക്വേഷൻ ക്യാൻ ബി റിട്ടൺ ആസ് പി പ്ലസ് എ ബൈ വി സ്ക്വയർ ഇൻറ്റു വി മൈനസ് ബി ഈസ് ഈക്വൽ ടു ആർ ടി എന്നുള്ളതാണ് വാൻ ഡെർ വാൾസിൻ്റെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഫോർ റിയൽ ഗ്യാസസിനുള്ള ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ആണ് വാൻ ഡെർ വാൾസ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്. അങ്ങനെ തന്നെ പറയണം, വാൻ ഡെർ വാൾസ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ആണ് ഈ കാണുന്നത്. പി പ്ലസ് എ ബൈ വി സ്ക്വയർ ഇൻറ്റു വി മൈനസ് ബി ഈസ് ഈക്വൽ ടു ആർ ടി, വേർ എ ബൈ വി സ്ക്വയർ എന്ന് പറയുന്നത് കറക്ഷൻ ഫാക്ടർ ഫോർ പ്രഷർ അഥവാ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു കറക്ഷൻ ഫാക്ടറാണ്. ബി ഈസ് ദി കറക്ഷൻ ഫാക്ടർ ഓഫ് വോളിയം. ഇനി വി മൈനസ് ബിയിലെ ഈ ബി ഈസ് കോൾഡ് കോ വോളിയം which I had already said. എ എന്ന് പറയുന്നത് അട്രാക്ഷൻ, ആ മോളിക്കുലർ അട്രാക്ഷൻ അക്കൗണ്ട് ചെയ്യുന്നതാണ് എ. ആൻഡ് ദിസ് ടേം എ ബൈ വി സ്ക്വയർ എന്ന ടേമിന് പറയുന്ന പേരാണ് ഫോഴ്സ് ഓഫ് കൊഹേഷൻ. അത് അട്രാക്ഷൻ, അതായത് മോളിക്യൂൾസ് തമ്മിലുള്ളത് കൊഹസീവ് ഫോഴ്സ് ആണ്, അതുമായി ബന്ധപ്പെട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഫോഴ്സ് ആയതുകൊണ്ടാണ് ഫോഴ്സ് ഓഫ് കൊഹേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ഇതാണ് വാൻ ഡെർ വാൾസ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഫോർ റിയൽ ഗ്യാസസ്. വാൻ ഡെർ വാൾസ് ഇക്വേഷൻ പൊതുവെ ഒരു വൈഡ് റേഞ്ച് ഓഫ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചറിൽ അത് സഫീഷ്യൻ്റ്ലി അക്യുറേറ്റ് ആയിട്ട് പലപ്പോഴും എക്സ്പെരിമെൻ്റലി കണ്ടിട്ടുണ്ട്. ഒരു വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിലും പ്രഷറിലും അത് പല വെറൈറ്റി ഓഫ് ഗ്യാസസിനും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് അക്യുറേറ്റ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് വാൻ ഡെർ വാൾസ് ഇക്വേഷനിൽ നമ്മൾ പറയാനുള്ളത്. ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് ഈ അൺനോൺ ആയിട്ടുള്ള ഈ കോൺസ്റ്റൻസ് അഥവാ ഈ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള എ ആൻഡ് ബി, ഈ എ ആൻഡ് ബിയുടെ റിലേഷൻ, അതിൻ്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത്. So before we are going to find A and B constants കാണുന്നതിന് മുന്നേ ഇപ്പോൾ നമ്മൾ റിയൽ ഗ്യാസസിൻ്റെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ് നമ്മൾ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലൊന്നാണ് വാൻ ഡെർ വാൾസ് ഇക്വേഷൻ. ഇപ്പോൾ വാൻ ഡെർ വാൾസ് അല്ലാണ്ട് വേറെയും ആൾക്കാർ റിയൽ ഗ്യാസസിൻ്റെ ഇക്വേഷൻസ് അവരുടേതായ കുറേ കറക്ഷൻ ഫാക്ടേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ 3 എണ്ണം നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിടുക. വൺ ഈസ് ബെർത്തലോട്ട്,
ബെർത്തിലോട്ടിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ലൈക്ക് പി ഈസ് ഈക്വൽ ടു ആർ ടി ഡിവൈഡഡ് ബൈ വി മൈനസ് ബി മൈനസ് എ ബൈ ടി വി സ്ക്വയർ. ഓക്കെ, ഇപ്പോൾ വാണ്ടർവാൾസിൻ്റെ എങ്ങനെയായിരുന്നു? വാണ്ടർവാൾസിൻ്റെ ഇക്വേഷൻ ഇറ്റ് ഈസ് പി ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ആർ ടി ബൈ വി മൈനസ് ബി മൈനസ് എ ബൈ വി സ്ക്വയർ. അതായിരുന്നല്ലോ. അതായത് നമ്മൾ പഠിച്ചത് ഇങ്ങനെയായിരുന്നു, പി പ്ലസ് എ ബൈ വി സ്ക്വയർ ഇൻറ്റു വി മൈനസ് ബി ഈസ് ഈക്വൽ ടു ആർ ടി. അപ്പോൾ ആർ ടിയുടെ താഴേക്ക് ഇത് കൊണ്ടുവന്നു, അപ്പോൾ ആർ ടി ബൈ വി മൈനസ് ബി ആയി. പിന്നെ ഇവിടെ പ്ലസ് എ ബൈ വി സ്ക്വയർ അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് എ ബൈ വി സ്ക്വയർ ആയി. ഓക്കെ, ഞാൻ ഇതേ ഫോമിലേക്ക് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ എഴുതി കാണിച്ചതേ ഉള്ളൂ. ബോത്ത് സെയിം. അപ്പോൾ എന്ത് ചെയ്തു? വാണ്ടർവാൾസിൻ്റെ ഇക്വേഷൻ്റെ കറക്ഷൻ ഫാക്ടറിലേക്ക് ഇവിടെ ഒരു ടെമ്പറേച്ചർ വാല്യൂയും കൂടെ എന്ത് ചെയ്ത് കൊണ്ടുവന്നു? ബെർത്തിലോട്ട് കൊണ്ടുവന്നു. പിന്നെ അടുത്ത ഒരാളാണ് ഡയട്രീഷി എന്ന് വേണമെങ്കിൽ പറയാം. ഐ ഡോണ്ട് നോ ഹൗ ടു പ്രൊനൗൺസ് ദിസ്. ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് സ്പെല്ലിംഗ് ഈസ് ലൈക്ക് ദിസ്. സോ ഡയട്രീഷി എന്ന് പറയുന്ന അയാൾ പ്രഷറിൻ്റെ ഇക്വേഷൻ കൊണ്ടുവന്ന് പി വി ഇസ് ഇക്വൽ ടു ആർ ടി ഡിവൈഡഡ് ബൈ വി മൈനസ് ബി, ഓക്കെ, ഇൻറ്റു ഇ റേസ് ടു മൈനസ് എ ഡിവൈഡഡ് ബൈ ആർ ടി വി. ഇതാണ് ഡയട്രീഷിയുടെ ഇക്വേഷൻ. ആർ ടി ഡിവൈഡ് ബൈ വി മൈനസ് ബി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എ ഡിവൈഡഡ് ബൈ ആർ ടി വി. And another sign is, which is the last one, is Redlich-Wong equation. Redlich-Wong equation. Redlich-Wong കൊണ്ടുവന്ന ഇക്വേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് പ്രഷർ പി ഈസ് ഈക്വൽ ടു ആർ ടി ഡിവൈഡഡ് ബൈ വി മൈനസ് ബി ഇൻ ദി ബ്രാക്കറ്റ് മൈനസ് എ the whole divided by T raised to, T is the temperature, T raised to minus 1 by 2, then specific volume V into V plus B. ഇതാണ് റെഡ്ലിച്ച് വോങ്ങിൻ്റെ ഇക്വേഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ വാണ്ടർവാൾസിന് പുറമെ വേറെ 3 എണ്ണം ഉണ്ട്: ബെർത്തിലോട്ട് ഇക്വേഷൻ, ഡയട്രീഷി ഇക്വേഷൻ ആൻഡ് കോങ് ഇക്വേഷൻ. റെഡ്ലിച്ച്-വോങ് ഇക്വേഷൻ. ഇതിൽ ബെർത്തിലോട്ട് ഇക്വേഷനും ദോ നമ്മൾ പറയും വാണ്ടർവാൾസ് ഇക്വേഷൻ കുറച്ചൊക്കെ സഫീഷ്യൻ്റ്ലി അക്യുറേറ്റ് ആണെങ്കിലും ഈ 4 എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ അക്യുറേറ്റ് എന്ന് പറയുന്നത് റെഡ്ലിച്ച്-വോങ് ഇക്വേഷനാണ്. ഓക്കെ, ഇതാണ് കുറച്ചും കൂടെ നല്ല റിസൾട്ടും. അതുപോലെ റിയൽ ഗ്യാസസ് ഹൈ പ്രഷറിലും ടെമ്പറേച്ചറിലും ആകുമ്പോൾ നമുക്ക് വാല്യൂസ് കുറച്ചുകൂടെ ഡിറ്റർമൈൻ ചെയ്യാൻ കഴിയുന്നത് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് എക്സ്പെരിമെൻറ്റ്സിൽ കിട്ടിയിട്ടുള്ളത് റെഡ്ലിച്ച്-വോങ് ഇക്വേഷൻ. അതായത് ക്രിട്ടിക്കൽ സ്റ്റേറ്റിൻ്റെയും മുകളിലേക്ക് എത്തിയാൽ പോലും എന്ത് ചെയ്യാം? റെഡ്ലിച്ച്-വോങ് ആണ് കുറച്ചും കൂടെ അക്യുറേറ്റ് വെൻ കമ്പയർഡ് ടു ദി അതർ 3. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻസ് ജസ്റ്റ് നിങ്ങൾ കാണാപ്പാഠം പഠിക്കുക. കാരണം മറ്റുള്ള ഇക്വേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് പണ്ടത്തെ സിലബസിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിലും പഠിക്കാനല്ല. അതുകൊണ്ട് നിങ്ങൾ ഇത്രയും ഈ ഒരു പാർട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? അത് നോട്ട് ചെയ്ത് വെക്കുക. അത് ചിലപ്പോൾ നിങ്ങൾക്ക് എസ് എ പാർട്ടിലൊക്കെ ഇതും കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാൻ കഴിയും. So now we will be going back to finding the constants A and B of van der Waals equation. So I am going to find the constant A and B. എന്താണ് ഈ A and B കോൺസ്റ്റൻസ് ആണെന്നാണ് കാണാൻ പോകുന്നത്. സോ നമുക്കറിയാം പ്രഷർ വോളിയം ഡയഗ്രാം ഓഫ് എ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇറ്റ് വാസ് സംവാട്ട് ഇൻ ദിസ് മാനർ അല്ലേ? പ്രഷർ വോളിയം. And this point is called the critical point C എന്ന് പറയാം. ക്രിട്ടിക്കൽ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷറിനെ ക്രിട്ടിക്കൽ പ്രഷർ എന്ന് പറയും. ക്രിട്ടിക്കൽ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോളിയത്തിന് ക്രിട്ടിക്കൽ വോളിയം എന്ന് പറയും. ടെമ്പറേച്ചറിന് നമ്മൾ പറയും ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇവിടെ ഒക്കെ എന്തുണ്ട്? ഈ പറയുന്ന നമ്മളെ പ്രഷർ ഡയഗ്രത്തിലൊക്കെ നമുക്ക് എന്തുണ്ട്? ഇവിടെ ഇങ്ങനെ സ്ലോപ്സ് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അല്ലേ? ദ ഇക്വേഷൻ വിൽ ബി ലൈക്ക് ദിസ്. നമുക്ക് ഇങ്ങനെ വരും, അടുത്തത് ഇങ്ങനെ വന്ന് കുറച്ചും കൂടെ ഏരിയ കണ്ട് ഇങ്ങനെ വരും. ആൻഡ് അറ്റ് ലാസ്റ്റ് ക്രിട്ടിക്കൽ വോളിയത്തിൽ കൂടെ എത്തുമ്പോൾ എന്ത് സംഭവിക്കും?
യാതൊരുവിധ സ്ലോപ്പിൽ ഒരു ഇൻഫ്ലക്ഷനാണ് ഇവിടെ സംഭവിക്കുക. പെട്ടെന്ന് തന്നെ അടുത്ത സ്റ്റേറ്റിലേക്ക് മാറും. സോ ഹിയർ വെൻ വി ആർ ലുക്കിംഗ് ഫോർ ദ സ്ലോപ്പ് ഇക്വേഷൻ, സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഡോ പി ബൈ ഡോ വി, സ്ലോപ്പ് y ബൈ എക്സ് ആണ്. y വാല്യൂ ഈസ് പ്രഷർ, എക്സ് വാല്യൂ ഈസ് വോളിയം. ഡോ പി ബൈ ഡോ വി വാല്യൂ എന്താണ് ആക്ച്വലി 0 എന്ന് കിട്ടും. കാരണം ആ നേരത്ത് ക്രിട്ടിക്കൽ കണ്ടീഷനിലുള്ള സ്ലോപ്പ് എന്ന് പറയുന്നത് 0. ക്ലിയർ? അപ്പോൾ നമുക്കറിയാം, നമ്മൾ മാത്തമാറ്റിക്കൽ ഇക്വേഷനിൽ ഡിഫറൻസിയേഷൻ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു പീക്ക് വാല്യൂ കിട്ടാനുള്ള ഒരു വഴിയാണ് ഈ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഡോ പി ബൈ ഡോ വി എന്താണ്? ഇറ്റ്സ് 0 എസ്പെഷ്യലി അറ്റ് ക്രിട്ടിക്കൽ പോയിന്റ്. അത് പ്രത്യേകം എഴുതണം. അത് എല്ലായിടത്തും 0 അല്ല. ഇപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 0 അല്ല, ക്രിട്ടിക്കൽ പോയിന്റിൽ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി 0. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ രണ്ടാമത്തെ ഒരു സെക്കൻഡ് ഡിഫറൻഷ്യൽ എടുത്താലും ഡോ സ്ക്വയർ പി ബൈ ഡോ വി സ്ക്വയർ അറ്റ് ക്രിട്ടിക്കൽ പോയിന്റ് എടുത്താലും എന്താ? ഓൾറെഡി 0 ആണ്. അതിനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എനിക്ക് എന്തേ കിട്ടുള്ളൂ? 0 കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ എയും ബിയും കാണാൻ ശ്രമിക്കുകയാണ്. സോ ആസ് പെർ നമ്മൾ ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സോ ഐ ഹാവ് ദ ഇക്വേഷൻ പി ഈസ് ഈക്വൽ ടു ആർ ടി ഡിവൈഡഡ് ബൈ വി മൈനസ് ബി മൈനസ് എ ബൈ വി സ്ക്വയർ എന്നതാണല്ലോ നമുക്ക് വാണ്ടർവാൾസ് ഇക്വേഷൻ. അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ ദ ടെമ്പറേച്ചർ, പ്രഷർ ആൻഡ് വോളിയം വിൽ ബി ക്രിട്ടിക്കൽ. പ്രഷർ ഈസ് ക്രിട്ടിക്കൽ, വോളിയംസ് ആർ ക്രിട്ടിക്കൽ, ടെമ്പറേച്ചേഴ്സ് ഈസ് ഓൾസോ ക്രിട്ടിക്കൽ. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഇക്വേഷൻ വരുന്നത്. അപ്പം ഞാൻ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. ഡോ പീനെ വിത്ത് റെസ്പെക്ട് ടു വോളിയം വെച്ചിട്ട് ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ ഐ ഗെറ്റ് ഡോ പി ബൈ ഡോ വി അറ്റ് ക്രിട്ടിക്കൽ വോളിയം. കാരണം ക്രിട്ടിക്കലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു വി ആണ്. അപ്പോൾ ഇവിടെ വി ഡിനോമിനേറ്ററിലാണ് വരുന്നത്. സോ ഇറ്റ് ഈസ് മൈനസ് ഓഫ് ആർ ടി സി ഡിവൈഡഡ് ബൈ, കാരണം 1 വിൻ്റെ ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ -1 വി സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ വി സി മൈനസ് ബി ദി ഹോൾ സ്ക്വയർ. ആ ടേം താഴെ തന്നെ ഉണ്ട്, മൈനസ് ടേം മുകളിൽ വരും. ഓക്കെ, മൈനസ് ഓഫ് ഡിഫറൻസിയേഷൻ ഓഫ് 1 വി സി വി സ്ക്വയർ ആണ് അല്ലേ, 1 വി സ്ക്വയർ. അപ്പോൾ -2 വി ക്യൂബ് വരും. -2 എ ഇവിടെ തന്നെ ഉണ്ട് ബൈ വി സി ക്യൂബ് വരും. മൈനസ് ആൻഡ് മൈനസ് വിൽ ബിക്കം പ്ലസ്. ഓക്കെ, ഞാൻ ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്തു. മനസ്സിലായിട്ടുണ്ടല്ലോ? ദീസ് ആർ മാത്തമാറ്റിക്കൽ സൈഡ്. ഈ വാല്യൂ എന്തായിരിക്കും? ദിസ് ഈസ് ഈക്വൽ ടു ഡോ പി ബൈ ഡോ വി എന്താ? ഇറ്റ് ഈസ് 0 അല്ലേ? ഡോ പി ബൈ ഡോ വി ഈസ് 0. സോ ലെറ്റ് ദിസ് ബി മൈ ഫസ്റ്റ് ഇക്വേഷൻ കേട്ടോ. ഒരു കൺഫ്യൂഷൻ വേണ്ടാതിരിക്കാൻ വേണ്ടിയാണ്. ലെറ്റ് ദിസ് ബി മൈ ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, സോ ദിസ് ഈസ് മൈ ഫസ്റ്റ് ഇക്വേഷൻ. അപ്പോൾ ഇത് 0 ആണ്. അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം? ദിസ് പ്ലസ് ദിസ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഈ മൈനസ് ആർ ടി സിനെ എനിക്ക് ഈക്വൽ സൈൻ്റെ റൈറ്റിലേക്ക് കൊണ്ടുവന്നാൽ ഐ വിൽ ഗെറ്റ് 2a ബൈ വി സി ക്യൂബ് ഈസ് ഈക്വൽ ടു ആർ ടി സി ഡിവൈഡഡ് ബൈ വി സി മൈനസ് ബി ഹോൾ ക്യൂബ്. ഇങ്ങനെ കിട്ടൂലേ? വി സി മൈനസ് ബി ദി ഹോൾ ക്യൂബ് അല്ല, സോറി, ഇറ്റ് ഈസ് ഹോൾ സ്ക്വയർ. ഇറ്റ് ഈസ് ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യാം? എനിക്ക് ആർ ടി സി എന്താണെന്ന് എനിക്ക് കാണാൻ ശ്രമിക്കാം. സോ ഐ ക്യാൻ സേ ഹിയർ ആർ ടി സി ഈസ് ഈക്വൽ ടു 2a ബൈ വി ക്യൂബ് ഇൻറ്റു വി സി മൈനസ് ബി. 2a ബൈ വി സി ക്യൂബ് ഇൻറ്റു വി സി മൈനസ് ബി ദി ഹോൾ സ്ക്വയർ. ഇതാണ് ആർ ടി സി. ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഞാൻ ഇനിയും എന്ത് ചെയ്യുന്നു? ഡോ പി ബൈ ഡോ വി ഞാൻ ചെയ്തു. ഇനി ഡോ സ്ക്വയർ പി ബൈ ഡോ വി സ്ക്വയർ ഞാൻ ഒന്നും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ആദ്യം നമുക്ക് ക്ലാരിഫിക്കേഷന് ഡോ പി ബൈ ഡോ വി എന്താണെന്ന് നോക്കാം. ഡോ പി ബൈ ഡോ വി അറ്റ് ക്രിട്ടിക്കൽ പോയിന്റ് ഐ ഹാഡ് ഗോട്ട് ഇറ്റ് ആസ് മൈനസ് ആർ ടി സി ഡിവൈഡഡ് ബൈ വി സി മൈനസ് ബി ദി ഹോൾ സ്ക്വയർ പ്ലസ് 2a ഡിവൈഡഡ് ബൈ വി സി ക്യൂബ് അല്ല, ഇത് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ ഇതിനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. സോ ഡോ സ്ക്വയർ പി ബൈ ഡോ വി സ്ക്വയർ. ഓക്കെ, ഞാൻ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ് വിത്ത് റെസ്പെക്ട് ടു വി തന്നെയാണ്. സോ ഐ വിൽ ഗെറ്റ് മൈനസ് ഇവിടെ വി സി മൈനസ് ബി ദി ഹോൾ ക്യൂബാണ്.
So if I am differentiating, this 2 will come up minus ആയിട്ട് ഉള്ളത് പോവുകയും ചെയ്യും. So it will become 2 times RTC divided by VC minus P the whole cube വരും. ക്ലിയർ ആണല്ലോ? It is 1 by V square. അപ്പോൾ minus 2 times 1 by V cube ആയിട്ട് നമ്മുടെ ഡിഫറൻസിയേഷനിൽ വരും. Now here it is plus VC cube ആണ് അല്ലേ? സോ ഇവിടെ എന്ത് സംഭവിക്കും? ഈ 3യും കൂടെ മോൾക്ക് മൾട്ടിപ്ലൈ 3 into 2 is 6A divided by VC raised to 4. അപ്പോൾ ഇവിടെ minus 1 by ആണ്. അപ്പോൾ so here the value will be minus. Clear? And again നമ്മൾ നേരത്തെ കണ്ടിരുന്നു ഡോ സ്ക്വയർ പി ബൈ ഡോ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു വാട്ട്? ഇറ്റ് ഈസ് ഓൾറെഡി ഈക്വൽ ടു 0. സോ ഇഫ് ഐ എം റീഅറേഞ്ചിങ്, അപ്പോൾ ഈ ടേം മൈനസ് ഈ ടേം ഈസ് 0, ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. ആൻഡ് ഫൈനലി ഐ ക്യാൻ സി വാട്ട് ഈസ് ആർ ടി സി അലോൺ. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ എഴുതാം, ആർ ടി സി ഈസ് ഈക്വൽ ടു 6A by VC raised to 4, okay, into VC minus B the whole cube by 2. So I can write down RTC is equal to 3A divided by VC raised to 4 VC minus B the whole cube. ഇതാണ് എൻ്റെ തേർഡ് ഇക്വേഷൻ. തേർഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആർ ടി സി ഈസ് ഈക്വൽ ടു ദിസ് വൺ. നേരത്തെ നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ കണ്ടിരുന്നു വിച്ച് വാസ് ആർ ടി സി ഈസ് ഈക്വൽ ടു ദിസ് വൺ. അപ്പോൾ എനിക്ക് ഈ ടേമും എന്ത് ചെയ്യാം? ഈക്വേറ്റ് ചെയ്യാം. കാരണം രണ്ടും ആർ ടി സിക്ക് തുല്യമാണ് അല്ലേ? സോ ഐ ക്യാൻ റൈറ്റ് ഡൗൺ ദാറ്റ് 3A by VC raised to 4. Okay, I hope you can see there was a slight problem with the light. So 3A by VC raised to 4, ഈ ടേമിനെ തന്നെ ഞാൻ ഇവിടേക്ക് എഴുതാണ്. 3A by VC raised to 4 into VC minus B the whole cube. Okay, VC minus B the whole cube. Now that is equal to നമ്മുടെ second equation, it was 2A by VC cube into VC minus B the whole square. Okay, and if you are rearranging these terms, ഇതിൽ നിന്ന് നമുക്ക് ഫൈനലി ലാസ്റ്റ് കിട്ടുക എന്താണെന്ന് വെച്ചാൽ VC equal to B, I mean B ആവില്ല, ഇറ്റ് ഈസ് 3B. VC equal to 3B എന്ന് നമ്മൾ റീഅറേഞ്ച് ചെയ്തിട്ട് നമുക്ക് കിട്ടും. Okay, this is very important equation. VC is equal to 3 times of B. അപ്പോൾ വി സിയുടെ വാല്യൂ 3 times of B ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യത്തെ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. രണ്ടാമത്തെ ഇക്വേഷനിൽ വി സിയുടെ അവിടെ 3B, ഇവിടെയും 3B ഇട്ടിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ I can see that finally I get so it will become like RTC is equal to 2A divided by VC ൻ്റെ അവിടെ 3B the whole cube into 3B minus B the whole square. അപ്പോൾ നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ you can see I get TC. അത് TC is equal to 8A divided by 27BR. Another important equation, 8A divided by 27BR. അപ്പോൾ ഈ 8 TCയുടെ വാല്യൂ ആയ 8A divided by 27BR എന്നുള്ള വാല്യൂവും അതേപോലെ VC equal to 3B എന്ന് പറയുന്ന ഈ ഇക്വേഷനും കൂടെ നമ്മൾ വാണ്ടർ വാൾസിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ I get the equation PC is equal to R into RTC അല്ലേ? TC എന്താ? ഇതാണ് 8A divided by 27BR. RTC divided by V minus B. V is 3B minus B minus A by V square ആണ്, that is 3B square വരും. 3 3s are 9B സ്ക്വയർ ആണ് താഴെ വരിക. അപ്പോൾ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് ഇക്വേഷൻസ് നോക്കുമ്പോൾ I get PC value is equal to A by 27B square. A by 27B square. അപ്പോൾ എനിക്ക് ക്രിട്ടിക്കൽ പ്രഷർ കിട്ടി, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കിട്ടി, ക്രിട്ടിക്കൽ വോളിയം കിട്ടി. പക്ഷെ ഇതൊക്കെ കിട്ടിയത് എന്തിൻ്റെ ടേംസിലാണ്? A ആൻഡ് ബിയുടെ ടേംസിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. സോ ഈ ക്രിട്ടിക്കൽ വാല്യൂസ് എന്ന് പറയുന്നത് എനിക്ക് നോൺ വാല്യൂസ് ആണ്.
ഓക്കെ, ക്രിട്ടിക്കൽ വാല്യൂസ് എന്ന് പറയുന്ന ഓരോ ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം അത് നോൺ വാല്യൂസ് ആണ്. അപ്പോൾ ആ വാല്യൂസ് എനിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അത് ഈ ഇക്വേഷൻസിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ഐ വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് എ ആൻഡ് ബി ഹിയർ. ഇവിടെ ബി ഉണ്ട്, അവിടെ ബിൻ്റെ വാല്യൂ ഇവിടെ കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നമുക്ക് എ കിട്ടും, അതെല്ലാം ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ എ കിട്ടും. അപ്പോൾ 3 ഇക്വേഷൻസ് ഉണ്ട്, 2 അൺനോൺസേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് വെരി ഈസി ടു സോൾവ്. അപ്പോൾ ക്രിട്ടിക്കൽ വാല്യൂസിൻ്റെ ഇക്വേഷൻസ് നമുക്ക് കിട്ടി. അപ്പോൾ ഈ ക്രിട്ടിക്കൽ വാല്യൂസ് എന്താണെന്നുള്ളത് നമുക്ക് ഓൾറെഡി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാല്യൂസ് ആണ്. അത് നമ്മൾ ഓരോ ഗ്യാസിൻ്റെയും ക്രിട്ടിക്കൽ വാല്യൂസ് ഇട്ട് കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് എ ആൻഡ് ബി. സോ ദിസ് ഈസ് ഹൗ ഇറ്റ് ഈസ് പ്രൊസീഡഡ്. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഇതാണ് ഒന്നാമത്തത്, വോളിയം ക്രിട്ടിക്കൽ, ടെമ്പറേച്ചർ ക്രിട്ടിക്കൽ ആൻഡ് പ്രഷർ ക്രിട്ടിക്കൽ. അപ്പോൾ പൊതുവേ വോളിയം ക്രിട്ടിക്കൽ വോളിയം എന്ന് പറയുന്നത് എക്സ്പെരിമെൻ്റലി ഡിറ്റർമൈൻ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. സോ വാൻ ഡെർ വാൾസ് കോൺസ്റ്റന്റ് പൊതുവേ നമ്മൾ മെഷർ ചെയ്യുന്നത് ക്രിട്ടിക്കൽ പ്രഷറും ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനെയും ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, ക്രിട്ടിക്കൽ പ്രഷറും ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനെയും നമ്മൾ ബേസ് ചെയ്തിട്ടാണ് വാൻ ഡെർ വാൾസിൻ്റെ ഇക്വേഷൻ കാണുന്നത്. സോ നമ്മൾ ആദ്യം കിട്ടിയ വാല്യൂസായ ടി സി പി സി ഒക്കെ എഴുതിയേക്കാം. ടി സി ഈസ് 8A ഡിവൈഡഡ് ബൈ 27 BR. PC is equal to A divided by 27 B square, and VC, which is of least importance for us, that is 3B. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇത് നമുക്ക് എക്സ്പെരിമെൻ്റലി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പൊതുവേ നമ്മൾ യൂസ് ചെയ്യാറുള്ള ക്രിട്ടിക്കൽ വാല്യൂസ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ പ്രഷറും ക്രിട്ടിക്കൽ ടെമ്പറേച്ചറുമാണ്. സോ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ടി സി ഈസ് ഈക്വൽ ടു 8A ഡിവൈഡഡ് ബൈ 27 BR എന്നാണ്. അപ്പോൾ ഈ എ നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്നു. എ എന്താ, പി സി ഇൻറ്റു 27 B സ്ക്വയർ അല്ലേ. സോ 27 B സ്ക്വയർ ഇൻറ്റു പി സി ആണ് എ, ഡിവൈഡഡ് ബൈ 27 RB. അപ്പോൾ നമ്മളിത് റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ വി ക്യാൻ സീ ദാറ്റ് വി വിൽ ഗെറ്റ് B ഈസ് ഈക്വൽ ടു RTC ഡിവൈഡഡ് ബൈ 8PC എന്ന് ബിയുടെ വാല്യൂ എനിക്ക് കിട്ടും. ഓക്കെ, നൗ ഇതിന്ന് എയുടെ വാല്യൂ എനിക്കറിയാം. ഇപ്പം ഞാൻ പറഞ്ഞു ഇവിടുന്ന് നേരത്തെ നമ്മൾ എനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഐ സെഡ് ഐ വിൽ ഗെറ്റ് എ ഈസ് ഈക്വൽ ടു PC ഇൻറ്റു 27 B സ്ക്വയർ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ 27 B സ്ക്വയറിൽ ഈ ബിയുടെ വാല്യൂ എന്ത് ചെയ്യുക, നമ്മൾ ഈ വാല്യൂ ഇട്ട് കൊടുക്കുക. സോ ഐ ഗെറ്റ് PC ഇൻറ്റു 27 ടൈംസ് B സ്ക്വയർ, ദാറ്റ് ഈസ് RTC ഡിവൈഡഡ് ബൈ 8PC ദി ഹോൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, അതങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ യു ക്യാൻ സീ ദാറ്റ് എ വാല്യൂ കിട്ടും. എ ഈസ് ഈക്വൽ ടു 27 ഡിവൈഡഡ് ബൈ 64 R സ്ക്വയർ TC സ്ക്വയർ ഡിവൈഡഡ് ബൈ PC. ദിസ് ഈസ് ദി വാല്യൂ ഓഫ് കോൺസ്റ്റൻറ്റ് എ. അപ്പോൾ എ പറഞ്ഞ കോൺസ്റ്റൻ്റ് വാല്യൂ ഞാൻ കണ്ടു, ബി പറഞ്ഞ കോൺസ്റ്റൻ്റ് വാല്യൂ ഞാൻ കണ്ടു. അപ്പോൾ ഇതിൽ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പ്രഷർ, ഇവിടെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ക്രിട്ടിക്കൽ പ്രഷർ, ഈ 2 വാല്യൂസ് മാത്രം എടുത്തിട്ടാണ് നമ്മൾ വാല്യൂ കണ്ടത്. എക്സ്പെരിമെൻ്റലി നമുക്ക് ക്രിട്ടിക്കൽ ടെമ്പറേച്ചറും ക്രിട്ടിക്കൽ പ്രഷറും എന്ത് ചെയ്യും നമുക്ക് കിട്ടും. പക്ഷേ ക്രിട്ടിക്കൽ വോളിയം കിട്ടാൻ എന്താണ് കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ അങ്ങനെ എന്ത് ചെയ്തു, എനിക്ക് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള എയും ബിയും വാൻ ഡെർ വാൾസ് ഇക്വേഷനിലെ കോൺസ്റ്റൻ്റ് ആയ എയും ബിൻ്റെയും വാല്യൂസ് ഞാൻ കണ്ടു. അതിനിടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ക്രിട്ടിക്കൽ വാല്യൂസ് ഓഫ് ടെമ്പറേച്ചർ, പ്രഷർ ആൻഡ് വോളിയം, ഈ ഇക്വേഷനും ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മളത് മറക്കരുത്. അത് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് എവിടെയെങ്കിലും വന്നേക്കാം. Now there is say another term which is called PV equal to ZRT എന്ന് നമ്മൾ പറയും. അപ്പോൾ എന്താണ് ഈ Z? അപ്പോൾ ഐ ക്യാൻ സേ Z is equal to PV by RT എന്നാണ്. എന്താണ് ഈ Z എന്ന് പറഞ്ഞാൽ, Z is called compressibility factor. അത് ഞാൻ ആ ടോപ്പിക് എത്തുമ്പോൾ ഞാൻ കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാം. അപ്പോൾ നിങ്ങളിപ്പോൾ തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കുക, അപ്പോൾ ഓരോ ഗ്യാസിനും compressibility factor എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ദാറ്റ് ഈസ് Z. PV equal to ZRT. ഓക്കെ, ആൻഡ് പൊതുവെ ഈ Z ക്രിട്ടിക്കൽ സ്റ്റേറ്റിലാവുമ്പോൾ ZC എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി PC VC ഡിവൈഡഡ് ബൈ RTC. അപ്പം നമ്മൾ PCയുടെ വാല്യൂ കണ്ടു, VCയുടെ വാല്യൂ നമുക്കറിയാം, TCയുടെ വാല്യൂ നമുക്കറിയാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് ZC ഈസ് അപ്രോക്സിമേറ്റ്ലി അറൗണ്ട് 0.375 എന്ന് നമുക്ക് എന്ത് ചെയ്യാം, പൊതുവേ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ജനറൽ കേസ് നോക്കുമ്പോൾ ZCയുടെ വാല്യൂ റേഞ്ച് ചെയ്യുന്നത്
0.23 മുതൽ 0.31 വരെയാണ്. ഈ ZC ക്രിട്ടിക്കൽ കംപ്രസിബിലിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ മോളിക്കുലാർ സ്ട്രക്ചർ ഓഫ് ദി ഗ്യാസ്. മോളിക്കുലാർ സ്ട്രക്ചർ ഓഫ് ദി ഗ്യാസ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 0.375 ആണ്. പക്ഷേ റിയൽ കേസസിൽ 0.23യും 0.31 ആണ് വരുന്നത്. അതായത് ഇതിൻ്റെ അടുത്തല്ല, കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം, വാണ്ടർവാൾസ് ഇക്വേഷനിലാണ് നമ്മളിപ്പോൾ PC, VC, TC ഒക്കെ കാണുന്നത്. അപ്പോൾ വാണ്ടർവാൾസ് ഇക്വേഷൻ്റെ അക്യുറസിയും അതുപോലെ അതിൻ്റെ യൂട്ടിലിറ്റിയും ഒക്കെ എന്താണ്, ലിമിറ്റഡ് ആണ്. അതായത് നമ്മുടെ വാണ്ടർവാൾസ് ഇക്വേഷൻ വളരെയധികം അക്യുറേറ്റ് അല്ല. അത് എന്താണ്, PVT ബിഹേവിയർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതിന് അത്രയ്ക്ക് അക്യുറേറ്റ് അല്ല, ലിമിറ്റഡ് ആണ്. കാരണം അതിൻ്റെ ഈ കംപ്രസിബിലിറ്റി ഫാക്ടർ വരുന്നത് 0.375 ആണ്. പക്ഷേ റിയൽ കേസസിൽ എന്തേ വരുന്നുള്ളൂ, 0.23 to 0.31. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതിന് പകരമായിട്ട് കുറച്ചും കൂടെ ബെറ്ററാണ് റെഡ്ലിച്ച് വോങ്ങിൻ്റെ ഇക്വേഷൻ എന്ന് നമുക്ക് എക്സ്പെരിമെൻ്റലി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വാണ്ടർവാൾസ് ഇക്വേഷൻസ് പഠിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു പോയിന്റും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ദിസ് ഇസ് കംപ്രസിബിലിറ്റി ഫാക്ടർ. അപ്പോൾ ക്രിട്ടിക്കൽ കംപ്രസിബിലിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നത് 0.375 ആണ്. പക്ഷേ റിയൽ ഗ്യാസസിൽ റേഞ്ച് 0.23 മുതൽ 0.31 ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് വാണ്ടർവാൾസ് ഇക്വേഷൻ ഈസ് നോട്ട് ദാറ്റ് അക്യുറേറ്റ് ആൻഡ് ഇറ്റ്സ് യൂട്ടിലിറ്റി ഈസ് ഓൾസോ ലെസ്. ഇനി നമ്മൾ മനസ്സിലാക്കാനുള്ള മറ്റൊരു കാര്യമാണ് റെഡ്യൂസ്ഡ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്ന കുറച്ച് ടേംസ്. റെഡ്യൂസ്ഡ് പാരാമീറ്റേഴ്സ്. അപ്പോൾ എന്താണ് റെഡ്യൂസ്ഡ് പാരാമീറ്റർ ഓഫ് എ സബ്സ്റ്റൻസ്? റെഡ്യൂസ്ഡ് പാരാമീറ്റർ അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് പ്രോപ്പർട്ടി ഓഫ് എ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദി പ്രോപ്പർട്ടി ഓഫ് ദ സബ്സ്റ്റൻസ് അറ്റ് ദ ഗിവൺ സ്റ്റേറ്റ് to the value of the same property at a critical state. അപ്പോൾ അതായത് ഇപ്പോൾ എങ്ങനെയാണ് പറയുകയാണെങ്കിൽ, ഒരു സബ്സ്റ്റൻസിൻ്റെ ഒരു പ്രോപ്പർട്ടി, റെഡ്യൂസ്ഡിന് ഞാൻ R എന്നിട്ട് വിചാരിച്ചു. ഒരു സബ്സ്റ്റൻസ് ഉണ്ട്. ആ സബ്സ്റ്റൻസിൻ്റെ അതിൻ്റെ റെഡ്യൂസ്ഡ് പ്രോപ്പർട്ടി കിട്ടണമെങ്കിൽ അതിൻ്റെ അപ്പുള്ള റിയൽ കണ്ടീഷനിലെ പ്രോപ്പർട്ടി എന്താണോ ഡിവൈഡഡ് ബൈ ക്രിട്ടിക്കൽ കണ്ടീഷനിലുള്ള പ്രോപ്പർട്ടി എന്താണോ അതാണ് എന്ത് പറയുന്നത്, റെഡ്യൂസ്ഡ് പ്രോപ്പർട്ടി എന്ന് പറയാം. അപ്പോൾ റെഡ്യൂസ്ഡ് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ പ്രോപ്പർട്ടി ഓഫ് ദ സബ്സ്റ്റൻസ് അറ്റ് എ ഗിവൺ സ്റ്റേറ്റ് ടു ദി വാല്യൂ ഓഫ് ദ സെയിം പ്രോപ്പർട്ടി അറ്റ് ക്രിട്ടിക്കൽ സ്റ്റേറ്റ്സ്. അപ്പോൾ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് നമുക്ക് റെഡ്യൂസ്ഡ് ടെമ്പറേച്ചർ ഉണ്ട്, റെഡ്യൂസ്ഡ് പ്രഷർ ഉണ്ട്, അതേപോലെ നമുക്ക് റെഡ്യൂസ്ഡ് വോളിയം ഉണ്ട്. ഓക്കെ, അപ്പോൾ റെഡ്യൂസ്ഡ് ടെമ്പറേച്ചർ റെപ്രസെൻ്റ് ചെയ്യുന്നത് TR ആണ്. അപ്പോൾ അതെന്താ TR എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ അറ്റ് റെഡ്യൂസ്ഡ് സ്റ്റേറ്റിലാണ് ടെമ്പറേച്ചർ അറ്റ് ദാറ്റ് സ്റ്റേറ്റ് ഡിവൈഡഡ് ബൈ ടെമ്പറേച്ചർ അറ്റ് ക്രിട്ടിക്കൽ സ്റ്റേറ്റ്. റെഡ്യൂസ്ഡ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ അറ്റ് ദാറ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ് ഡിവൈഡ് ബൈ പ്രഷർ അറ്റ് ക്രിട്ടിക്കൽ സ്റ്റേറ്റ്. സിമിലർലി വോളിയം റെഡ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ വോളിയം അറ്റ് ദാറ്റ് സ്റ്റേറ്റ് ഡിവൈഡ് ബൈ വോളിയം അറ്റ് ദി ക്രിട്ടിക്കൽ സ്റ്റേറ്റ്. ഇതിനെയാണ് റെഡ്യൂസ്ഡ് പാരാമീറ്റേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്താണ് ഈ റെഡ്യൂസ്ഡ് സ്റ്റേറ്റിൻ്റെ ആവശ്യം എന്നുള്ളത് നമ്മളൊരു ടോപ്പിക്കായിട്ടുള്ള ലോ ഓഫ് കറസ്പോണ്ടിങ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നൊരു ടോപ്പിക് എടുക്കുമ്പോൾ നമുക്ക് അവിടെ ഇതെന്താണ് റെലവൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക. റെഡ്യൂസ്ഡ് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് റെഡ്യൂസ്ഡ് ടെമ്പറേച്ചർ, റെഡ്യൂസ്ഡ് പ്രഷർ ആൻഡ് റെഡ്യൂസ്ഡ് വോളിയം. സോ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ദ പ്രോപ്പർട്ടി at a given state to the same property at a critical state. അതിനെയാണ് നമ്മൾ റെഡ്യൂസ്ഡ് പ്രോപ്പർട്ടീസ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് റെഡ്യൂസ്ഡ് പാരാമീറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടും എന്ത് ചെയ്യാം, എനിക്ക് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എഴുതാം. റെഡ്യൂസ്ഡ് പാരാമീറ്റേഴ്സിൻ്റെ ബേസിൽ എനിക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എഴുതാം. അപ്പോൾ വാണ്ടർവാൾസ് ഇക്വേഷൻസ് ഓഫ് സ്റ്റേറ്റ് പറഞ്ഞാൽ എന്താ, P+A/V². ഞാൻ എഴുതുമ്പോൾ U ആയി പോയത്, ഇറ്റ് ഈസ് V² ഇൻറ്റു V മൈനസ് B ഇസ് ഈക്വൽ ടു RT എന്നല്ലേ. അപ്പോൾ ഈ പീനെ എനിക്ക് എങ്ങനെ എഴുതാം, P എന്ന് പറഞ്ഞാൽ PR ഇൻറ്റു PC, ടീനെ എനിക്ക് എങ്ങനെ എഴുതാം, TR ഇൻറ്റു TC, അങ്ങനെ എഴുതി കൂടെ. ആൻഡ് വീനെ എനിക്ക് എങ്ങനെ എഴുതാം, VC ഇൻറ്റു VR എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്ത് ചെയ്യാം, അങ്ങനെ എഴുതാം. ഇവിടെ തന്നെ ഞാൻ കാണിക്കാം. ഇവിടെ P ഇസ് ഈക്വൽ ടു, യു ക്യാൻ റൈറ്റ് ഡൗൺ
P is equal to PC into PR. അല്ലേ? പി സിയുടെ വാല്യൂ നമുക്കറിയാം. പി സിയുടെ വാല്യൂ ക്രിട്ടിക്കൽ പ്രഷറിൻ്റെ വാല്യൂ നമുക്കറിയാം. ഇറ്റ് ഈസ് A/27B². അതേപോലെ ടി സിയുടെ വാല്യൂ ഉണ്ട്, വി സിയുടെ വാല്യൂ ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ പി സിയുടെ വാല്യൂക്ക് പകരം പി സിയുടെ വാല്യൂ എന്താണ്, A/27B² അല്ലേ ഇൻറ്റു PR. ഇതാണ് പ്രഷർ പി. അപ്പോൾ ഈ വാല്യൂ എന്ത് ചെയ്യുന്നു, ഞാൻ നമ്മുടെ വാൻ ഡെർ വാൾസ് ഇക്വേഷനിൽ ഇടുന്നു. അപ്പോൾ ഇറ്റ് ഈസ് ഇൻ ടേംസ് ഓഫ് റെഡ്യൂസ്ഡ് പ്രഷർ. ക്ലിയർ? സിമിലർലി ഹിയർ V ഈസ് ഈക്വൽ ടു VR ഇൻറ്റു VC. അപ്പോൾ VC എന്ന് പറഞ്ഞാൽ 3B ആണ്. സോ 3B ഇൻറ്റു VR V. അതേപോലെ ഹിയർ ഇൻ ദിസ് കേസ് ഹിയർ ഇറ്റ് ഈസ് ടെമ്പറേച്ചർ T ഈസ് ഈക്വൽ ടു TC ഇൻറ്റു TR. നൗ TC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് 8A ഡിവൈഡ് ബൈ 27BR ഇൻറ്റു ഇവിടെ എന്തുണ്ട്, TR ഉണ്ട്. അപ്പോൾ ടെമ്പറേച്ചറിന് പകരം എനിക്ക് എന്ത് ചെയ്യാം, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഞാൻ ഓൾ ടുഗദർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പീൻ്റെ അവിടെ ആ വാല്യൂം വീൻ്റെ അവിടെ ആ വാല്യൂം ടീൻ്റെ അവിടെ ആ വാല്യൂം ഞാൻ പ്രോപ്പർ ആക്കിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഫൈനലി ഐ വിൽ ഗെറ്റ് ദ റെഡ്യൂസ്ഡ് ഇക്വേഷൻ ആസ് PR പ്ലസ് 3 ഡിവൈഡഡ് ബൈ VR സ്ക്വയർ, ഓക്കെ, ഇൻറ്റു 3 ടൈംസ് VR മൈനസ് 1 ഈസ് ഈക്വൽ ടു 8 TR എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഇൻ റെഡ്യൂസ്ഡ് പാരാമീറ്റേഴ്സ് എനിക്ക് കിട്ടുക. അത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ വാല്യൂസ് എല്ലാം അതിൽ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എക്സാക്ട്ലി ദിസ് ഇക്വേഷൻ. അപ്പോൾ ഞാൻ വീണ്ടും അത് എന്ത് ചെയ്യുന്നില്ല, അത് ഓരോന്നും ഓരോ സ്റ്റെപ്പ് വൈസ് ആയിട്ട് കാണുന്നില്ല. യു ട്രൈ ഇറ്റ് ഔട്ട് യുവർ സെൽഫ് ആൻഡ് സി. അത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധയോടെ കൊണ്ടുവരികയാണെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൊണ്ടുവരാൻ പറ്റും. നൗ ദിസ് ഇക്വേഷൻ contains only the reduced parameters, അല്ലേ? So this equation is called reduced equation of state. Reduced equation of state. ഇത് ഞാൻ ഇങ്ങനെ ഓരോന്ന് പറയണമെന്ന് എന്താ വെച്ചാൽ നിങ്ങളുടെ എക്സാമിന് ക്വസ്റ്റ്യൻസ് വളരെ ട്രിക്കി ആയിട്ട് ചിലപ്പോൾ ചോദിച്ചേക്കാം. ഒന്നെങ്കിൽ വാൻ ഡെർ വാൾസ് ഇക്വേഷൻസ് ഡയറക്റ്റ് പറയും, അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കും ഡിറൈവ് ദി റെഡ്യൂസ്ഡ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് സ്റ്റാർട്ടിങ് മുതൽ അങ്ങോട്ട് തുടങ്ങി ഇതുവരെ നിങ്ങൾ എത്തണം. ഇറ്റ്സ് എ റിയൽ ബിഗ് പ്രൊസീജിയർ. സ്റ്റെപ്സൊക്കെ എളുപ്പമാണ്, പക്ഷെ അത് എഴുതി ഉണ്ടാക്കാൻ കുറച്ച് സമയം വേണം. അപ്പോൾ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്താലേ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവുള്ളൂ. ചാൻസസ് കുറവാണ്, ബട്ട് സ്റ്റിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ചോദിക്കാനുള്ള ചാൻസസ് കുറവാണ്, പക്ഷേ ഒരിക്കലെങ്കിലും നിങ്ങളിതൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കുമ്പോഴേ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് സ്വയം കിട്ടുകയുള്ളൂ. ഓക്കെ, now we have only few more topics from the last module, which is law of corresponding states. ലോ ഓഫ് കറസ്പോണ്ടിങ് സ്റ്റേറ്റ്സ് എന്താണെന്നും അതുപോലെ തന്നെ കംപ്രസിബിലിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടെ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ അവർ മൊഡ്യൂൾ 4 വിൽ ഗെറ്റ് completed. So those portions we will be taking in the next class. So thank you all for your patient listening.